MTക്കെതിരെ വിമർശനവുമായി ജി സുധാകരൻ രംഗത്ത്. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MT വരേണ്ടതില്ല. MT എന്തോ പറഞ്ഞപ്പോൾ ചിലർക്ക് ഭയങ്കര ഇളക്കമാണെന്നും സുധാകരന്റെ വിമർശനം. വാക്കുകൾ ആദ്യം. ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ചരിത്രപരമായി. പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭണമാണ്. ഭരണപക്ഷത്തായാലും പ്രക്ഷോഭണം നടത്തും. സമരവും ഭരണവും നിയമത്ത് പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയത്. അന്ന് ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്. അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പഠിച്ചവർക്കറിയാം. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ എന്തായാലും ഞാൻ വായിച്ചു പഠിക്കണം. അത് പറയാൻ MD വാസുദേവനായിരുന്നു വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതെല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം വരേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതുവരെ എന്താ പറയുക? അത് തന്നെ കീരിത്വമാണ്. MD വാസുദേവനാർ പറയുന്നിടം വരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. രഘു, MTയുടെ വാക്കുകൾക്ക് പുറകെ പോകേണ്ടതില്ല, അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ട തീരുമാനം. അതിന് വിരുദ്ധമായി കടുത്ത ഭാഷയിൽ തന്നെ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ ആഞ്ഞടിക്കുമ്പോൾ അത് ഏത് വേദിയായിരുന്നു? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ? CPM അനുകൂല അധ്യാപക സംഘടന സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ജി സുധാകരൻ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം MD വാസുദേവൻ നായരെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ MDയുടെ വാക്ക് കേട്ടുകൊണ്ട് പിന്നാലെ വന്ന സാഹിത്യകാരന്മാരെയും ഒപ്പം തന്നെ ഇത് പരിശോധിക്കാമെന്ന് പറയുന്ന പാർട്ടി നേതാക്കളെയും ഉൾപ്പെടെയാണ് വിമർശിക്കുന്നത്. അതിന് അദ്ദേഹം ഒരു കാരണം കൃത്യമായി പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉൾപാർട്ടി ചർച്ചകൾ നടക്കും. ആ ചർച്ചകളിലൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് പലരും. ജി സുധാകരൻ തന്നെ പറയുന്നുണ്ട്, ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ തന്നെ പലപ്പോഴും വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു വിമർശനമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ MD എന്തോ പറഞ്ഞതിന് പിന്നാലെ ചില സാഹിത്യകാരന്മാർ രംഗത്ത് വന്നതിനെ കൂടിയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അവർക്ക് വിമർശിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സാഹിത്യകാരന്മാർ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കണമെന്നല്ല പറയുന്നത്. ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ വിമർശിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ കാലാകാലങ്ങളായി അവർക്കത് പറയാമായിരുന്നു. പക്ഷേ MD പറഞ്ഞതിന് മുന്നാലെ ഇതിൻ്റെ ഒരു ഓളത്തിൽ വന്ന് പറയുന്നത് ഭീരുത്വമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ചില നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയും കഴിഞ്ഞ ദിവസം കായംകുളത്ത് അദ്ദേഹം അവിടെ മത്സരിച്ചപ്പോൾ കാലുവാരി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അതിനൊരു ക്ലാരിഫിക്കേഷനൊക്കെ നൽകുന്നുണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ PS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർഷം പാർട്ടി അംഗത്വമുള്ള ആൾ ഞാനാണ്. 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 60 വർഷവും സമരമായിരുന്നു, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ ഉൾപ്പെടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും ഒരു പാർട്ടി വിരുദ്ധമായിട്ടാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടൊന്നും ചിത്രീകരിക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുവായ സ്വഭാവം ഇങ്ങനെയാണ്. വിമർശനവും സമരവും, ഇപ്പോൾ ഭരണകക്ഷത്തിലാണെങ്കിൽ പോലും സമരം സംഘടിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം MD പറയുമ്പോൾ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും ഈ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് MD പറയേണ്ട ആവശ്യമില്ല എന്ന് മാത്രവുമല്ല, MD പറഞ്ഞതുകൊണ്ട് മറ്റാരും ഇതിനെ പിടിച്ച് വലുതായിട്ട് വിമർശിക്കേണ്ട കാര്യവുമില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ശരി, രഘുനാഥാണ് വിവരം നൽകിയത്. എന്തായാലും CPM നിശബ്ദത പാലിക്കുന്ന ഇടത്താണ് ജി സുധാകരന്റെ വാക്കുകൾ വരുന്നത്, കടുത്ത ഭാഷയിൽ തന്നെ.